ദ നേച്ചർ ഓഫ് സോൾ, ദേഹിയുടെ സ്വഭാവം. ദേഹിയുടെ സ്വഭാവം എന്ന് പറയുമ്പം മനുഷ്യന് 3 ഘടകങ്ങളാണുള്ളത്: ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുന്നത് പുറമേയുള്ള കാണുന്ന നമ്മുടെ ശരീരമാണ്. ഇറ്റ്സ് ദ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മുടെ പുറമേ കാണുന്നതാണ് ദേഹം. ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ അന്തരാത്മാവ്. നമ്മുടെ ഉള്ളിലൊരാത്മാവിനൊരു സ്ഥാനമുണ്ട്. അത് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞാലേ നമ്മൾ ജീവിക്കത്തുള്ളൂ. അല്ലാതെ ആത്മാവില്ലാതെ ദൈവാത്മാവിന് പകരം വേറെ ആത്മാക്കളും ഉണ്ടെന്ന് ഓർക്കണം. അപ്പം പരിശുദ്ധാത്മാവ് നിറഞ്ഞ വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ജീവനുള്ള ദേഹിയായി മാറി. ദേഹി എന്ന് പറയുന്നതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ്. ദേഹി എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ സോളാണ് മനുഷ്യൻ ആരെ എന്ന് അറിയുന്നത്. ഞാൻ ആര്, എൻ്റെ പേരെന്ത്, എൻ്റെ ഭവനമെന്ത്, ഞാൻ ഏത് വിശ്വാസിയാണ്, എവിടുന്ന് വന്ന വ്യക്തിയാണ്, ഇതൊക്കെ നമ്മളെക്കുറിച്ച് അറിയുന്നത് ദേഹി ലെവലാണ്. അപ്പോൾ ഈ ദേഹി തലം ശരിയായില്ല എങ്കിൽ നമ്മുടെ ആത്മീക തലത്തിനകത്ത് അത് അഫക്റ്റ് ചെയ്യും. ആത്മാവ് പരിശുദ്ധാത്മാവിലല്ലെങ്കിൽ നമുക്ക് തെറ്റായിട്ടുള്ള ഐഡിയാസ് നമ്മുടെ ഹൃദയത്തിൽ കയറി വരും. അപ്പോൾ ഇതെല്ലാം ഒരുപോലെ ദൈവത്തിൽ ഒന്നിച്ചിരിക്കണം. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ഒന്നിച്ച്, ഒരു തൃത്വം 1 3 എന്നാണ് പറയുന്നത്. പിതാവ്, പുത്രനെ, പരിശുദ്ധാത്മാവ്, ഇവർ 3 ഒന്നാകുന്നത് പോലെ 1 3 ആകുന്നത് പറഞ്ഞാൽ 3 വ്യക്തിത്വമുള്ള ദൈവത്തിൻ്റെ 3 ഘടകമായിട്ടാണ് കാണേണ്ടത്. പിതാവ്, പുത്രനെ, പരിശുദ്ധാത്മാവ്. ഇവർക്ക് 3 പേർക്കും ഏകമായിട്ട് ഒരുപോലെ ചിന്തിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിവുണ്ട്. അത് സ്വർഗത്തിലെ ഒരു വലിയ ഭാഗ്യ പദവിയാണ്. നമുക്ക് പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഐക്യത കുടുംബത്തിൽ തരാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ദേഹം ആത്മാവിൻ്റെ തലത്തിലും ഇതേപോലെ ഒരു ട്രിനിറ്റി ഉണ്ട്. നമുക്ക് നമ്മുടെ 3 തലങ്ങളും സത്യദൈവത്തിലായാൽ അന്യോന്യം വിഘടിക്കത്തില്ല. അതല്ല എങ്കിൽ ആത്മാവ് ഒന്ന് പറയും, ദേഹി ഒന്ന് ചിന്തിക്കും, ദേഹം വേറെ. ഇപ്പം എക്സാമ്പിൾ, രാവിലെ നമുക്ക് എഴുന്നേറ്റിട്ട് ഒരു കാര്യത്തിന് പോകണം. നമ്മൾ പറയും 5 മണിയാകുമ്പം ഞാൻ എഴുന്നേൽക്കും. 5 മണിയാകുമ്പം ആത്മാവ് ഉണർന്നു കഴിഞ്ഞു. 5 മണി ക്ലോക്ക് പോലെ 5 മണിയാകുമ്പോൾ നമ്മളെ ഉണർത്തും. പക്ഷെ ശരീരം പറയും, എന്തോ ഒരു ക്ഷീണമായി, എങ്ങനെ എഴുന്നേൽക്കുന്നത്, അവിടെ കിടക്കാൻ പറയും. അപ്പോൾ ഇതൊരു ബാറ്റിലാണ്. ആത്മാവ് പറയും എഴുന്നേൽക്കുക, കാരണം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കിടക്കുന്നു. ശരീരം പറയും ക്ഷീണമാണ്, അവിടെ കിടന്നോടാൻ പറയും. അപ്പോൾ ഇത് രണ്ടും കൂടെ യുദ്ധത്തിലായിട്ട് അവസാനം പലപ്പോഴും പല മനുഷ്യരും ഞാൻ എഴുന്നേൽക്കുന്നില്ല, അവരെഴുന്നേൽക്കൂല, അവരങ്ങ് കിടക്കും. ദാറ്റ് മീൻസ് ആത്മാവിനെ അനുസരിക്കാതെ ദേഹം ദേഹിയെ കൺട്രോൾ ചെയ്തതിനാൽ അവരവിടെ കിടന്നുറങ്ങി. സമയം പോയി, അന്ന് കാര്യം ചെയ്ത്, അന്നത്തെ ചിലപ്പം ബിസിനസ് അസൈൻമെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ നമുക്കൊരു കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടി വരും. അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നോക്കിയിരിക്കുകയാണ്. ഒന്നും നടന്നില്ല. കാരണം നമ്മുടെ ശരീരം അലസതയായിട്ട് അല്ലെ ക്ഷീണമായിട്ട് നമ്മൾ കിടന്നു കളഞ്ഞു. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ എന്നും നമ്മുടെ ജീവിതത്തിൽ ഈ യുദ്ധം നടക്കുകയാണ്. ഇത് ആത്മാവ് പറയുന്നത് കേൾക്കുന്നതെങ്കിൽ നമ്മൾ പറയും, സാരയില്ല, ശരീരത്തിന് ക്ഷീണമാണെങ്കിലും ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്ക് ബലവും കിട്ടും, നമ്മൾ അവരെ സഹായിക്കുകയല്ല, നമ്മൾ കാര്യം ചെയ്യേണ്ടത് ചെയ്തു തീർക്കും. അപ്പം നമ്മുടെ ദേഹിയുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ അവെയർനെസ്, എനിക്ക് പല കാര്യങ്ങൾ എത്ര പ്രയാസമുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ ഒക്കും. അപ്പം നമുക്ക് നമ്മളെ തന്നെ ഒരു വില. അപ്പോൾ ഈ ദേഹീ തലത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. ദ സോൾ, ദേഹി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സോൾ എന്നാണ്. ദ സോൾ സീക്സ് ഗോഡ് വിത്ത് ഓൾ ഇറ്റ്സ് ഹോൾ ബീയിങ് ബിക്കോസ് ഇറ്റ് ഈസ് ഡെസ്പറേറ്റ് ടു ബി ഹോൾ. ദ സോൾ ഈസ് ഗോഡ് സ്മിറ്റൺ ആൻഡ് ഗോഡ് ക്രേസി ആൻഡ് ഗോഡ് ഒബ്സസ്ഡ്. വളരെ പ്രധാനമായിട്ടുള്ള പോയിൻ്റാണ്. അതായത് നമ്മുടെ ദേഹി എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് നമ്മുടെ സോൾ എന്ന് പറയുന്ന ദേഹിക്ക് ദൈവത്തെ അറിയണമെന്നും ദൈവത്തെ കാണണമെന്നും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നും എപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷെ മൈൻഡ്, നമ്മുടെ ബുദ്ധിയുണ്ടല്ലോ, ഈ ബ്രെയിനിനകത്തുള്ള ചിന്തിക്കുന്ന ആ ബുദ്ധി എപ്പോഴും നമ്മുടെ ഒബ്സസ് വിത്ത് ഐഡൽസാണ്. അതായത് നമ്മുടെ മനസ്സിനകത്ത് പറയും, നമ്മളിപ്പോൾ ഒരു സിനിമാ നടിയോ ഒരു സിനിമാ നടൻ നമ്മുടെ വിചാരം നമുക്ക് അവരെ പോലെയാണ്. നമ്മുടെ മനസ്സ് പിന്നെ അവിടെയാണ്.
വേറെ എന്ത് കാര്യത്തിനും നമ്മുടെ തല പോകത്തില്ല. അവരെവിടുന്നെങ്കിലും വരുന്നോ അവരെ കാണാൻ പോകും, അവരുടെ പുറകെ നടക്കും. അവർക്ക് അല്ലെ ഒരു പൊളിറ്റിക്കല് ഇതിനൊക്കെ നടന്നിട്ട് എന്ത് സംഭവിക്കും? നമ്മൾ നമ്മുടെ മൈൻഡിനെ ലോകപ്രകാരമായ ചിന്തയിൽ അടിമയാക്കും. അപ്പം നമ്മുടെ ആത്മാവ് ബലഹീനമായിട്ട് താണുപോകും. അപ്പം ആത്മാവ് ബലം പ്രാപിക്കണമെങ്കിൽ ജഡത്തിനെ ഹനിക്കുക, അല്ലെങ്കിൽ ജഡത്തിനെ കൊന്നിട്ട് ആത്മാവിനെ ഉയർത്തണം. അപ്പോൾ ആത്മീക മക്കളായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഛായയിലും പ്രതിച്ഛായയിലും നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മൾ ആത്മീയ മനുഷ്യരായിട്ടല്ല ജീവിക്കുന്നത്. ബിക്കോസ് പാപം ചെയ്തതോടുകൂടി നമ്മുടെ ആത്മാവെ മരിച്ചുപോയി. അതുകൊണ്ടാണ് എത്ര നമ്മൾ ആളുകളെ നോക്കിയാൽ എത്ര ദൈവം ഇല്ലെന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടോ എന്നൊരു ചിന്തയുണ്ട്. അവർക്ക് എപ്പോഴും അറിയണം എന്ന് ആഗ്രഹമുണ്ട്. യഥാർത്ഥത്തിൽ സത്യദൈവം ഉണ്ടോ ഇവർ പറയുന്നൊരു കാരണം ഉള്ളിൽ ദേഹിക്ക് ഇങ്ങനെ ഒരു ആകാംക്ഷയുണ്ട്. അത് നമ്മൾ അടിച്ചമർത്തി വിശക്കുക ഒരു എക്സാമ്പിളാണ്. വിശക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ പണ്ട് കാലങ്ങളിൽ വിശക്കുന്നതാണ് എപ്പോഴും വീട്ടിൽ ഭക്ഷണമില്ല. അപ്പോൾ അവർ എന്തെങ്കിലും ബുക്ക് എടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ വിശക്കുകയാണെങ്കിൽ എന്ത്, ഫ്രിഡ്ജിനകത്തും വീട്ടിൽ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച് വണ്ണം വെച്ചിട്ട് പലർക്കും അനങ്ങാൻ വയ്യാതായിട്ടുണ്ട്. കാരണം റിയലി നമ്മുടെ അന്തരാത്മാവിൻ്റെ വിശപ്പ് ദൈവത്തിൻ്റെ സത്യം അറിയാനാണ്. അതിനെ നമ്മൾ ഭക്ഷണം കൊണ്ട് കഴിച്ച് ശരീരത്തിനെ വണ്ണം വെപ്പിച്ചിട്ട് വലിയ വണ്ണമാക്കിയിട്ട് രോഗിയായിട്ട് കിടക്കുന്നുണ്ട്. പലരുടെയും ജീവിതം നശിച്ചു പോകുന്നു. അപ്പോൾ ഈ ദേഹിയെ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ, ദേഹിയെ റെഗുലേറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം തെറ്റിപ്പോകും. Our mind is obsessed with idols. My will may be enslaved to habits. My body may be consumed with appetite, but my soul will never find rest until it rests in God. ജോൺ ഓട്ട്ബർഗ് അദ്ദേഹത്തിൻ്റെ വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജഡീക സ്വഭാവങ്ങൾ എന്നെ എൻസ്ലേവ് ചെയ്യും, എന്നെ അടിമയാക്കും. അപ്പം അങ്ങനെയാകുമ്പം നമ്മുടെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി അല്ലെ ശാരീരിക സുഖത്തിന് വേണ്ടി നമ്മൾ ജീവിക്കും. അങ്ങനെ ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് സന്തോഷമില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ദേഹി എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ആ ദേഹി എന്ന് പറയുന്ന ആ സ്ഥാനം, അത് ദൈവം എപ്പോഴും നമ്മൾ ദൈവത്തിൽ ഉറയ്ക്കുന്നിടം വരെ റെസ്റ്റ്ലെസ് ആണ്. എവിടെ നമ്മുടെ ദേഹി ചെന്ന് റെസ്റ്റ് ആകണമെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണം. അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിച്ചത്. ഹോളി എന്ന് പറയും. അതിവിശുദ്ധ സ്ഥലം നമ്മുടെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുക. ഈ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവമല്ലാതെ വേറെ ആർക്കും ഇരിക്കാനൊക്കത്തില്ല. ആ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം വരുന്നിടം വരെ നമ്മളിങ്ങനെ അലഞ്ഞ് നടക്കുന്നവരെ പോലെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സത്യദൈവത്തെ അറിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രമാക്കുന്നതിൻ്റെ പറയുന്നതിൻ്റെ കാര്യം നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവാണ്. അന്തരാത്മാവ് സത്യത്തെ നല്ലതായിട്ട് അറിയും. സത്യം അറിയുന്നിടം വരെ നമ്മൾ അലഞ്ഞ് നടക്കുകയാണ്. അലച്ചില്ല, ജീവിതമേ ഒരു അലച്ചിലാണ്. അവസാനം ചിലർ പറയും, അയ്യോ മരിക്കുന്നതിന് അല്പകാലം മുമ്പ് ഞാൻ സത്യദൈവത്തെ അറിഞ്ഞു. അപ്പോൾ അവർ പറയാറുണ്ട്, അയ്യോ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളാണ്. പക്ഷെ നമ്മുടെ ദേഹീ തലം ദൈവത്തെ കാണുന്നിടം വരെ അലഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പല ജീവിതത്തിലും ഈ ചില ഭവനങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഒരു 5-8 മക്കൾ കാണും. അതിൽ 7 പേർക്ക് വലിയ കുഴപ്പമില്ല. ഒരാൾ പുറപ്പെട്ടു പോയെന്ന് പറയും, ഒരാൾ പുറപ്പെട്ടു പോയി, പിന്നെ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സില്ല. പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഉത്തരേന്ത്യയിലോ ഹിമാലയത്തിൻ്റെ മേളിലോ എങ്ങാണ്ട് അവർ പോയി താമസിക്കുന്നുണ്ടെന്ന്. എന്താ? അലച്ചിലാണ്. എന്നാൽ അത് ഒരു എക്സ്ട്രീം ലെവലാണ്. എന്നാൽ സാധാരണ മനുഷ്യരാകുന്ന നമ്മളിലും ഇതേപോലെ ഒരു സ്വഭാവമുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ അലഞ്ഞു നടക്കും. ആ അലച്ചിൽ തീരണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരണം. അപ്പോൾ ലവ് ആൻഡ് ഹറി ആർ ഫണ്ടമെൻ്റലി ഇൻകമ്പാറ്റബിൾ. അതായത് സ്നേഹവും ധൃതി പിടിക്കുന്ന സ്വഭാവം രണ്ടും ധ്രുവമാണ്. സ്നേഹമുള്ളിടത്ത് ക്ഷമയുണ്ട്. എളുപ്പം ചെയ്യുമെന്ന് പറഞ്ഞ് വെള്ളം വെക്കുമ്പം സ്നേഹക്കുറവാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, സ്നേഹമുള്ളിടത്ത് ക്ഷമയുണ്ട്, ദീർഘക്ഷമ. അപ്പോൾ സ്നേഹവും ഹറിയും ഫണ്ടമെൻ്റലി ഇൻകമ്പാറ്റബിൾ. ലവ് ഓൾവേസ് ടേക്സ് ടൈം ഈസ് ദ വൺ തിങ് ഹറീഡ് പീപ്പിൾ ഡോണ്ട് ഹാവ്. ധൃതി പിടിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും സമയമില്ല. ധൃതി പിടിക്കുന്ന മനുഷ്യർക്ക് സ്നേഹവും കുറവാണ്. ചിന്തിച്ച് നോക്കിക്കേ, ധൃതി പിടിക്കുന്ന ആളുകൾ എപ്പോഴും വേഗം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്നേഹമുള്ള ഒരു സാവകാശത്തിൽ അവരും കൂടെ വരട്ടെ, ഇച്ചിരും കൂടെ വെയിറ്റ് ചെയ്യാം, അവർ വരുന്നിടം വരെ ഇവിടെ ഇരിക്കാം, അവർ പോകുന്നിടം വരെ നമുക്ക് നോക്കാം. അതാണ് ആ സ്നേഹത്തിൻ്റെ ആഴം.
അപ്പോൾ ഈ ദേഹി ലെവല് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയാതെ ഇതൊരിക്കലും സംഭവിക്കത്തില്ല. ദൈവം തമ്പുരാനെ പാരഡോക്സ് ഓഫ് ദ സോൾ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് സാറ്റിസ്ഫൈങ് ഇറ്റ് സെൽഫ്. നമ്മുടെ ദേഹിയുടെ തലത്തിൻ്റെ ഉള്ള ഒരു ബലഹീനത, അതിന് തന്നെത്താനെ അതിനെ തൃപ്തിപ്പെടുത്താനൊക്കത്തില്ല. ആൻഡ് ഇറ്റ്സ് ഇൻകേപ്പബിൾ ഓഫ് ലിവിങ് വിത്തൗട്ട് സാറ്റിസ്ഫൈ. എന്നാൽ ഈ ദേഹി എപ്പോഴും എന്നെ സാറ്റിസ്ഫൈ, എനിക്ക് വേണ്ടത് ചെയ്തതാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ദ സോൾ ക്രേവ്സ് ടു ബി സിഗ്നിഫൈ. നമ്മൾ ഈ ദേഹി എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ബിക്കോസ് യുവർ ലവ് ഈസ് ബെറ്റർ ദാൻ ലൈഫ്, മൈ സോൾ വിൽ ബി സാറ്റിസ്ഫൈഡ് ആസ് വിത്ത് ദ റിച്ചസ് ഓഫ് ദ ഫുഡ്സ്. സങ്കീർത്തനം 63:3. അതായത് 63:3 തന്നെ വായിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ദേഹീതലം ശരിയാക്കാതെ ആത്മാവ് ശരിയായാലേ ദേഹി ശരിയാകത്തുള്ളൂ. ദേഹീതലം ശരിയാക്കാതെ മനുഷ്യൻ്റെ അലച്ചിൽ മാറൂല. 63:3 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ദയയിലേക്ക് ആശ്രയിക്കാൻ നമ്മൾ ചെല്ലുകയാണ്. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ നിന്നെ അങ്ങേ വാഴ്ത്തും, നിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. അപ്പോൾ ദൈവത്തെ കണ്ടുപിടിക്കുന്നിടം വരെ ഈ ദേഹി ലെവലിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വരുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകും. അതിൻ്റെ അർത്ഥം എന്തുവാ? 23-ാം സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. എത്ര പേർക്ക് സ്വസ്ഥതയുള്ള വെള്ളം? സ്വസ്ഥതയുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നിശ്ചലമായിരിക്കുന്ന വെള്ളമാണ്. അതാണ് നമ്മുടെ മുമ്പിൽ ദിനം പ്രതി ദൈവം പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ എത്ര പേരത് കുടിക്കുന്നുണ്ട് ആ വെള്ളത്തിൽ നിന്ന്? അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ, രാവിലെ തോറും നിങ്ങൾ എന്നെ അന്വേഷിപ്പീൻ. 63 അങ്ങനെയാ തന്നെയാണ് തുടങ്ങുന്നത്. ആദ്യം ദൈവമേ നീ എൻ്റെ ദൈവം. സങ്കീർത്തനം 63, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്തെ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഉള്ളം എന്ന് പറയുന്നത് ദേഹിതലമാണ്. എന്തുമേ നിനക്ക് വേണ്ടി ദാഹിക്കുക. ആ ദാഹത്തിന് പകരം കള്ള് കുടിച്ചത് കൊണ്ടോ കുറേ ഷേക്ക് കുടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ലോകപ്രദമായി കിട്ടുന്ന കുറേ കാര്യങ്ങൾ നിറച്ചത് കൊണ്ടോ ആകുന്നില്ല. യു നീഡ് ടു നോ വെയർ ദ സോഴ്സ് ഈസ്. അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിലിരുന്നിട്ട് ദൈവത്തിൽ നിന്ന് ആലോചന ചോദിച്ചിട്ട് അന്നേ ദിവസം തുടങ്ങിയാൽ അന്ന് വൈകിട്ടാകുമ്പം രാവിലെ തോറും നിൻ്റെ കരുണ എത്ര വലുതാണ്, രാത്രി തോറും നിൻ്റെ വിശ്വസ്തത എത്ര വലുതെന്ന് പറയാൻ നമുക്കിടയാവുന്നത്. അങ്ങനെ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ദേഹീതലത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്നുകൊണ്ട് പഠിക്കുന്നത്. നേച്ചർ ഓഫ് ദ സോൾ. എങ്ങനെയാണ് ഞങ്ങളുടെ ദേഹി കർത്താവെ പ്രവർത്തിക്കുന്നത്? ഞങ്ങൾക്ക് 3 ഘടകമുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, ആത്മാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ദേഹി തലം ഇതിൻ്റെ നടുക്ക് കടന്നുകൊണ്ട് വിഷമിക്കുകയാണ്. പലപ്പോഴും ആത്മാവിൻ്റെ തീഷ്ണത കൊണ്ട് ആത്മാവിൻ്റെ ദാഹത്തിന് ദേഹി തലം അറിയുന്നെങ്കിലും ജഡീക തലം മനസ്സിലാക്കാതിരുന്നാൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് നീ സങ്കീർത്തനക്കാരൻ 63-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, അതിരാവിലെ ഞാൻ നിൻ്റെ അടുക്കലേക്ക് വന്ന് എൻ്റെ ദേഹത്തെയും ശരീരത്തെയും ആത്മാവിനെ നിറയ്ക്കണമേ. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് നീ എന്നെ കൊണ്ടുപോകണമേ. കർത്താവേ, നിൻ്റെ ആലയത്തിൽ വസിക്കുന്നത് എത്രയോ മനോഹരമാണ്. രാവിലെ തോറും നിൻ്റെ കരുണ എത്ര വലുതാണ്, രാത്രി തോറും നിൻ്റെ വിശ്വസ്തത വലുതാണ്. അങ്ങനെയൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിൻ്റെ വചനത്തിനകത്ത് ആ ജീവ ഉറവയിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് തൃപ്തരായിട്ട് ജീവിതം തുടങ്ങുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അത് ഞങ്ങളുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവ് തരണമേ. നാഥാ, ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് നന്ദി. ഇന്ന് ദിവസം അവിടുത്തെ സ്നേഹം കൊണ്ട്, അവിടുത്തെ ആത്മാവിനെ കൊണ്ട്, വചനം കൊണ്ട്, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.